പൊട്ടിപ്പൊളിഞ്ഞ് ചോർന്നൊലിക്കുന്ന വീടുകൾ, തിങ്ങിഞ്ഞെരുങ്ങിയുള്ള താമസം. മലപ്പുറം അപ്പൻകാവ് നിവാസികൾക്ക് പറയാനുള്ളത് നരകയാതനയുടെ ജീവിതം. ഓഫീസുകൾ കയറിയിറങ്ങി മടുത്ത ഇവർ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ജീവിതത്തിന് മുന്നിൽ പകച്ചു നിൽക്കുകയാണ്. പൊട്ടിപ്പൊളിഞ്ഞതും ചോർന്നൊലിക്കുന്നതുമായ വീടുകളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ലാതെ കാലങ്ങളായി ദുരിതം പേറി കഴിയുകയാണിവർ. 123 കുടുംബങ്ങളാണ് അപ്പൻകാപ്പ് നഗറിലുള്ളത്. എന്നാൽ ഇവർക്ക് പാർക്കാൻ 99 വീടുകൾ മാത്രമാണുള്ളത്. 15 വർഷം മുൻപ് PVTG പദ്ധതിയിൽ നിർമ്മിച്ച വീടുകളിൽ ഭൂരിഭാഗവും ചുവരുകൾ വിണ്ടുകീറിയും മെയിൻ സ്ലാബുകളിൽ വിള്ളൽ മൂലം ചോർന്നൊലിക്കുന്നവയുമാണ്. എന്നാൽ കാലങ്ങളായി ഈ വീടുകളുടെ പുനരുദ്ധാരണ പ്രവൃത്തികൾ നടത്താൻ പട്ടികവർഗ വികസന വകുപ്പോ പോത്തുകൽ ഗ്രാമപഞ്ചായത്തോ തയ്യാറായിട്ടില്ല. എല്ലാ വീടുകളും ചോർന്നൊലിക്കുന്ന അവസ്ഥയിലാണ്. ഇവർക്ക് പുനരുദ്ധാരണ പ്രവൃത്തിക്കും ലഭിക്കുന്നില്ല, പുതിയ വീടുകളും ലഭിക്കാത്തൊരവസ്ഥയാണ്. കാരണം ITDP പ്രൊജക്ട് വഴി വീട് പുനരുദ്ധാരണത്തിന് ഒരു പഞ്ചായത്തിലേക്ക് 4 or 5 വീടുകളാണ് ഒരു വർഷം ലഭിക്കുന്നത്. മാത്രമല്ല, പഞ്ചായത്തിന്റെ ST പ്രൊജക്റ്റിൽ ഒരു വാർഡിലേക്ക് ഒരു വീട് അല്ലെങ്കിൽ 2 വീട്, അതിലപ്പുറത്തേക്ക് കൊടുക്കാനായിട്ട് ഫണ്ടില്ലാത്ത അവസ്ഥയാണ്. മാത്രവുമല്ല, കക്കൂസ്, കുളിമുറി തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ മിക്ക വീടുകൾക്കുമില്ല. മഴക്കാലമാകുമ്പോൾ പട്ടികവർഗ വികസന വകുപ്പ് നൽകുന്ന ടാർപോളിൻ ഷീറ്റുകൾ വീടുകളുടെ കോൺക്രീറ്റിന് മുകളിൽ വിരിച്ചാണ് അപ്പൻകാപ്പ് നഗറിലെ കുടുംബങ്ങൾ ചോർന്നൊലിക്കുന്ന വീടുകളിൽ അന്തിയുറങ്ങുന്നത്. ഗർഭിണികൾ, കുട്ടികൾ, വൃദ്ധർ, രോഗികൾ, കിടപ്പുരോഗികൾ എന്നിവരടക്കം ഈ ചോർന്നൊലിക്കുന്ന വീടുകളിലാണ് അന്തിയുറങ്ങുന്നത്. ഒരു ഗ്രാമപഞ്ചായത്തിൽ പുനരുദ്ധാരണ പ്രവൃത്തികൾക്കായി 4 or 5 വീടുകൾക്ക് മാത്രമാണ് പട്ടികവർഗ വികസന വകുപ്പ് ഫണ്ട് അനുവദിക്കുന്നത്. ഗ്രാമപഞ്ചായത്തും ഇതിനായി കൂടുതൽ ഫണ്ട് നീക്കിവെക്കാറില്ല. പട്ടികവർഗ വകുപ്പിന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും അലംഭാവം മൂലം അപ്പൻകാപ്പ് നഗറിലടക്കമുള്ള ഊരുകളിൽ 8 കുടുംബങ്ങൾ ഒരു വീട്ടിൽ ഞെങ്ങിഞ്ഞെരുങ്ങി ജീവിക്കുന്ന അവസ്ഥ വരെയുണ്ട്. പുതിയ കുടുംബങ്ങൾക്കായി പുതിയ വീടുകൾ അനുവദിക്കാൻ സർക്കാരും തയ്യാറാകുന്നില്ല. അപ്പൻകാപ്പ് നഗറിൽ 4 വർഷം മുൻപ് പ്രത്യേക പദ്ധതി പ്രകാരം 2 കോടി രൂപയുടെ വികസന പ്രവൃത്തികൾ നടന്നപ്പോൾ പോലും വീടുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനുള്ള നടപടികളും ഉണ്ടായില്ല. ഒരു വീടുകൾക്കും ബാത്റൂം, ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഇല്ല. നമ്മൾ 99 വീടുകൾക്ക് ടോയ്ലറ്റ് വേണമെന്ന് പറഞ്ഞ് റിക്വസ്റ്റ്